സുരേഷും നമ്മുടെ സംസ്ഥാന വനംവകുപ്പും തമ്മിൽ എന്താണ് പ്രശ്നം? പാമ്പ് പിടുത്തം എന്ന് പറയുമ്പോ തന്നെ ഓരോരുത്തർക്ക് വാവാ സുരേഷ് എന്നാണ് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞു കമന്റ്. പക്ഷെ ഞാൻ പറയട്ടെ, അതിൽ വേറെ എലമെന്റ് ഉണ്ട്. ഇപ്പൊ വാവ സുരേഷിനെ ചവിട്ടണമെങ്കിൽ ചവിട്ടൊക്കെ ചെയ്യാം. എങ്ങനെയാന്ന് വെച്ചാലേ നമ്മൾ കാലം മാറുമ്പോൾ അതിനനുസരിച്ച് മാറണം. എപ്പോഴും ഈ സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ട് മൂപ്പരുടെ കാര്യത്തിൽ, അതുള്ളതല്ലേ. അതായത് മൂപ്പർക്ക് സ്കില്ലുണ്ട് പറഞ്ഞാൽ ഇത്രയും എത്ര കടി കൊണ്ടുണ്ട് മൂപ്പർക്ക്. 16 പ്രാവശ്യം പാമ്പ് കടിച്ചിട്ട് അതിൽ സുരേഷ് തന്നെ പോയി എന്ന് തോന്നിയത് ഏത് വർഷമായിരുന്നു? ഒരു പ്രാവശ്യം തോന്നിയിട്ടില്ല ഇതുവരെ തോന്നി. പോയാലും കണക്ക് തന്നെ. മൂപ്പര് പറഞ്ഞു മൂപ്പര് ഇപ്പൊ സൂപ്പർമാനായി. കടി കൊണ്ടു കഴിഞ്ഞാല് ആന്റിവൻ ഓൾറെഡി മൂപ്പര് ബോഡിയിലുണ്ടെന്നൊക്കെ പറഞ്ഞു. അല്ല, അത് എനിക്കാണ് നെഗറ്റീവ് എഫക്റ്റ് ആയി മാറിയിട്ടുണ്ട് ഇപ്പോ. കാരണം സാധാരണ ആൾക്ക് ആന്റിബോഡി ആ വയലിൽ കുറച്ച് കൊടുത്തായി. മൂപ്പർക്ക് 36 വയൽ. അങ്ങനെ എന്തോ ആണ് വാവാ സുരേഷിന് എത്ര 65 എത്ര വയൽ? 65 വയൽ ശരി, നോർമൽ ഒരു സാധാരണ ഒരു വ്യക്തിക്ക് 30 പരമാവധി 25 അല്ലെങ്കിൽ 30. പക്ഷെ അത് വേണമെങ്കിൽ മൂപ്പരൊക്കെ നെഗറ്റീവായിട്ട് പറയണമെങ്കിൽ പറയുകയൊക്കെ ചെയ്യാം. പക്ഷെ എന്താ വെച്ചാലേ ഫാൻസ് മൂപ്പരക്കാണുള്ളത്. കാലറി മൂപ്പരെ ചവിട്ടി കഴിഞ്ഞ് കാലറി കൊല്ലത്തെ എക്സ്പീരിയൻസ് അറിയുമ്പോ ചില്ലറല്ലോ. ഇതൊക്കെ ഇപ്പഴല്ലേ വന്ന് ഈ സ്വിഗ്ഗി സൊമാറ്റോ പറഞ്ഞ മാതിരി സർപ്പ ആപ്പൊക്കെ ഇപ്പഴല്ലേ വന്ന്. വാവ സുരേഷിന്റെ കണ്ണ് നല്ല കലങ്ങിയിരിക്കുന്നുണ്ട്. അപ്പൊ ആൾക്കാരൊക്കെ ഈ കള്ളുടിയനാണെന്നൊക്കെ പറഞ്ഞിട്ട് വാവ സുരേഷൻ ഇങ്ങനെ ചവിട്ടുണ്ട്. ഈ പുള്ളിനെ എപ്പോഴും ഒരു ചവിട്ടാണ്. എന്താന്ന് പറഞ്ഞൂടാ. ഇപ്പൊ നിക്കണേൽ എല്ലാരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കാനാണല്ലോ ശ്രമിച്ചത്. പക്ഷെ എല്ലാവർക്കും അണ്ണാക്കിലടിച്ച് കൊടുത്തിട്ടുണ്ട്. അല്ല, പണ്ട് ഇത് എന്താ ഞാൻ പണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ പുള്ളിനെ വാവ സുരേഷിനെ എല്ലാവരും ഇട്ടൊരു ചവിട്ടാണ്. കണ്ണ് കലങ്ങി കഴിഞ്ഞ കള്ളുടിയനാണ്. അതിൽ പക്ഷെ അപ്പൊ തന്നെ നല്ല റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അതായത് ഉറക്കല്ലാണ്ട് ഓടണം അന്നത്തെ കാലത്ത്. എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ വാവാ സുരേഷ് നിങ്ങളൊരു ശത്രുവായിട്ടാണോ കാണുന്നത്? ഇതിന്റെ ഇടയിൽ മെയിനുള്ള ഈഗോ ക്ലാഷ് ആണ്. അതാണ് എനിക്ക് മനസ്സിലായത്. ഇനി മുതൽ വാവാ സുരക്ഷാ ക്രമീകരണങ്ങളോടെ റെസ്ക്യൂ മുഴുമിക്കട്ടെ. ക്രമീകരണങ്ങളോടെ റെസ്ക്യൂ ചെയ്യുള്ളൂ എന്ന്, അല്ലെങ്കിൽ പാമ്പ് പിടിക്കും ഞാൻ പറഞ്ഞിട്ടില്ല. അതിൽ വേറൊരു പ്രശ്നമുണ്ട്. ഏതാ കാലം എന്നറിയോ? ഈ AJP വരുമ്പോ ആറാട്ടെണ്ണം ഫീൽഡ് ഔട്ട് ആവുന്ന കാലാണ്. അത് മനസ്സിലായോ? AJP വന്ന ആറാട്ടെണ്ണം ഫീൽഡ് ഔട്ട് ആയി. ആ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മറ്റേ AI വന്നപ്പോ സോഫ്റ്റ്വെയർ ഫീൽഡ് ഔട്ട് ആയി. 6 AJP വെച്ചൊക്കെ 6 കുറെ കാലം ഇൻഡസ്ട്രി ഭരിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. AJP തൊട്ട് പിന്നാലെ തന്നെ കേറി. പക്ഷെ വാവാ സുരേഷ് പറഞ്ഞാല് അവരാ ഒരു ഫീൽഡ്, ഈ പാമ്പ് പിടുത്തന്റെ ഫീൽഡിൽ വനം വകുപ്പ് അടക്കം കരഞ്ഞു വിളിച്ചിരുന്ന ആളാണ്. പക്ഷേ ഞാൻ പറയട്ടെ, ഇതിന് വേറെ ആംഗിൾ പറയട്ടെ. പുള്ളിക്ക് സൂപ്പർ ഹീറോ പരിവേഷം എങ്ങനെ കിട്ടിയത്? ഒരു ഡേഞ്ചറുള്ള എലമെന്റ് ഉള്ളപ്പോഴാണ് സൂപ്പർ ഹീറോ പരിവേഷം ഉള്ളത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, തേങ്ങ ഇടുന്ന മെഷീനിൽ ഒരാൾ തേങ്ങ ഇടുന്നു, വേറൊരു പെൺകുട്ടി തേങ്ങ നോർമലി നമ്മള് മറ്റേ തളം ഉപയോഗിച്ചിട്ട് തളപ്പ് ഉപയോഗിച്ച് തേങ്ങ ഇടല്ലോ. ഇതിൽ ആർക്കാണ് കൂടുതൽ ലൈക്ക് കിട്ടുക? ഒരു വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ തളപ്പിട്ട ആൾക്കാണ് കുറച്ചും കൂടെ ഒരു കയ്യടി കിട്ടുക. കാരണം അത് ഡേഞ്ചറസ് ആണ്. അതാണ് അതിന്റെ വ്യത്യാസം. ആ ഒരു വ്യത്യാസമുണ്ട്. സേഫ്റ്റി കൺസേൺസ് കുറവാണ്. ഇപ്പോൾ ഈ പല ആൾക്കാരും കണ്ടിട്ടില്ല, മറ്റേ വലിയ വലിയ ഫ്ലാറ്റ് ഒക്കെ ഉണ്ടാവില്ല, അതിന്റെ ഒക്കെ മേലെ കയറും ഒരു സേഫ്റ്റി ഇതും ഇല്ലാണ്ട്. അവർക്ക് സംഭവം കയ്യടി കിട്ടും. അവർ ആ റിസ്ക്, ആ ത്രില്ലിലാണ് അവർ ജീവിക്കണേ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവർക്കൊരു അറ്റൻഷൻ കിട്ടുന്നുണ്ട് അതിൽ. കാരണം ഡേഞ്ചറസ് എലമെന്റ് ഉള്ളതുകൊണ്ട് അവർക്കൊരു സൂപ്പർ ഹീറോ പരിവേഷം കിട്ടുകയും ചെയ്യും. ഇതിൽ അങ്ങനെ ഒരു ആംഗിളും കൂടെ ഉണ്ട്. അതായത് വാവ സുരേഷിനെ നെഗറ്റീവായിട്ട് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആംഗിളും ഉണ്ട്. പക്ഷേ പുള്ളിനൊരു ഇതൊരു സർക്കസ് ആയിട്ടല്ല എന്നൊക്കെ പറഞ്ഞ പുള്ളിനെ ചവിട്ടുണ്ട്. ഒരു കാലത്തില്ലേ ഈ രാജവെമ്പാലൻ ഇങ്ങനെ പൊക്കിയിട്ട് അതാണ് ഇവർ കളിയാക്കണത്. സർക്കസ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രാജവെമ്പാലൻ ഇങ്ങനെ പൊക്കണ പരിപാടിയൊക്കെ മൂപ്പർക്ക് പിടിച്ചിട്ട് പോയാ പോരെ എന്നുള്ള ഇതിലാണ് ഇവര് ചോദിക്കണത്. ഷോ ആയിട്ട് കാണിക്കുന്നല്ലോ, കാണിക്കുന്നുണ്ട് മൂപ്പര് ചെറുതായിട്ട്. പക്ഷെ അതെന്താന്ന് അറിയോ? ഇതാണ് അതിനെപ്പറ്റി ബോധവൽക്കരണം. ഒരു ബോധവൽക്കരണം എന്നുള്ള ഉദ്ദേശത്തിലാണ് മൂപ്പര് ചെയ്യണത്. ശരിക്കും ഇത് സംഭവം ശരിയല്ലേ? ഈ ഇപ്പോഴും ഉണ്ട് അങ്ങനത്തെ ആൾക്കാർ. വിസിൽ വിളിച്ചു കഴിഞ്ഞാൽ രാത്രി വിസിൽ വിളിക്കാൻ പാടില്ല എന്നൊക്കെ പറയില്ലേ, രാത്രി ചൂളം പിടിക്കാൻ പാടില്ല എന്നൊക്കെ പറയില്ലേ. ഈ പാമ്പ് എങ്ങനെ വരും? പാമ്പിന് ചെവിയില്ലല്ലോ. പുള്ളി ബോധവൽക്കരിച്ചിട്ടാണ് പലരും പാമ്പിനെ പറ്റിയിട്ട് കേരളത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പൊ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ കൂടുതൽ യൂസേജ് ഉണ്ട് ആൾക്കാർക്ക് നെറ്റ് തന്നെ കിട്ടും. പക്ഷെ അതിന്റെ മുന്നേ വാവാ സുരേഷൻ ഉണ്ട് എന്നുള്ളൂ. അതാണ് ആ കാലത്ത് വാവാ സുരേഷൻ ഉണ്ടായിരുന്നുള്ളൂ. അന്ധകാലം.